അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ഒരു സ്റ്റഡി ഇല്ലാതെയോ പെട്ടെന്ന് എടുത്തേക്കുന്ന തീരുമാനങ്ങളല്ല. ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും UDFനെ സംബന്ധിച്ചിട്ടും ഈ ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഭരണം കിട്ടിയാൽ ഇതെങ്ങനെ പ്രായോഗിക തലത്തിൽ എപ്പോഴും നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നും കൂടി അതിനകത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഈ പ്രാവശ്യം ഈ സർക്കാരിന് നൽകാൻ പറ്റുന്ന ഒരു ആദ്യത്തെ ഒരു അഡ്വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിരിക്കും. നമ്മളെപ്പോഴും വിമർശിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുന്നില്ല, നമ്മൾ തന്നെ വിമർശിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാക്കി മാറ്റിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലാക്കിയിട്ട് ഇതിൻ്റെ CSR ഫണ്ട് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറിച്ച് ഇപ്പോൾ GST, ഇപ്പോൾ ഫ്യൂവലിന് വേണ്ടിയിട്ട് ചില കൺസെഷൻ കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഫ്യൂവൽ ചാർജിനൊക്കെ ഈ GSTയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ചാർജുകളൊന്നും ഈടാക്കാതെ തന്നെ ഈ CSR ഫണ്ട് കൃത്യമായിട്ട് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. അത് പ്രത്യേകമായിട്ടുള്ള കുറേ സെക്ടറുകളെ ഐഡൻറ്റിഫൈ